നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ വീണ്ടും പൂണ്ട് വിളയാടി അജ്ഞാതൻ. കറാച്ചിയിലെ കൊറങ്കി മെഹ്റാൻ ടൗൺ ഏരിയയിലായിരുന്നു ഇത്തവണ അജ്ഞാതന്റെ പ്രകടനം. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഫയാസ് ഖാൻ എന്ന ഭീകരവാദിയെയാണ് ഇത്തവണ അജ്ഞാതൻ കാലപുരിക്കയച്ചത്. ഇന്ത്യ കൊടും തീവ്രവാദിയായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഫയാസ് ഖാൻ. ഫയാസ് ഖാനെ അയാളുടെ ഓഫീസ് കെട്ടിടത്തിലെത്തിയാണ് അജ്ഞാത സംഘം വെടിവെച്ചു കൊന്നത്. നെഞ്ചിൽ വെടിയേറ്റ ഫയാസ് ഖാൻ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജിന്ന മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയതായി അധികൃതർ അറിയിച്ചു. ഇന്ത്യയുടെ വാണ്ടഡ് ലിസ്റ്റിൽ ഉള്ളയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരനും അഹ്ലെ സുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാവുമായ ഫയാസ് ഖാൻ. കറാച്ചിയിലെ മെഹ്റാൻ ടൗൺ ഏരിയയിലെ കൊരങ്കിയിൽ വെച്ച് അജ്ഞാതരായ തോക്കുധാരികളാണ് ഇയാളെ വെടിവെച്ചു കൊന്നത്. JEM എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള കാശ്മീരിൽ സജീവമായ ഒരു ജിഹാദിസ്റ്റ് ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ദി ആർമി ഓഫ് മുഹമ്മദ് എന്നാണ് ഇതിന്റെ അർത്ഥം. കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി പാകിസ്ഥാനിൽ ലയിപ്പിക്കുക എന്നതാണ് സംഘത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. അന്താരാഷ്ട്ര ഭീകരൻ മൗലാന മസൂദ് അസർ സ്ഥാപിച്ച ഈ സംഘടന പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘടനയായ ISI-യുടെ സഹായത്തോടെയാണ് രൂപീകരിക്കപ്പെട്ടത്. 2000 സ്ഥാപിതമായതിനു ശേഷം ജമ്മു കാശ്മീരിൽ നിരവധി ആക്രമണങ്ങൾ സംഘം നടത്തിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ വിമോചിപ്പിക്കാൻ നടക്കുന്ന ജെയ്ഷെ മുഹമ്മദ് മുഴുവൻ ഇന്ത്യയിലേക്കുള്ള ഒരു ഗേറ്റ്വേ ആയി കാശ്മീരിനെ കാണുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായും അൽഖ്വയ്ദയുമായും സംഘടന അടുത്ത ബന്ധം പുലർത്തി വരികയാണ്. അതേസമയം ഇതിനു പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ RAW ആണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ സർക്കാർ അങ്ങനെ പ്രത്യേകിച്ച് ആരോപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഇന്ത്യൻ വിരോധിയായ തീവ്രവാദിയെങ്കിൽ ഒരു സംശയം വേണ്ട, കൊന്നത് RAW തന്നെ. അതിലിവിടെ ആർക്കും സംശയമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. മാത്രമല്ല, ഈ സന്തോഷ സാഹചര്യത്തിൽ ഇന്ത്യക്ക് പാകിസ്ഥാനോട് പറയാനുള്ളത് ഇതിവിടെ കൊണ്ട് നിൽക്കുകയുമില്ല എന്ന് മാത്രമാണ്. നേരിട്ടുള്ള ഒരു യുദ്ധം നടന്നാൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ വെടികൊണ്ട് ചാകും എന്ന് ഉറപ്പുള്ള പാകിസ്ഥാൻ തീവ്രവാദികളെ കൊണ്ട് നിഴൽ യുദ്ധം നടത്താൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. എന്നാൽ അവർക്ക് അവരുടെ നാണയത്തിൽ തന്നെ തിരിച്ചു കിട്ടാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. 1000 മുറിവുകളുമായി ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നതെല്ലാം കൊള്ളാം. അങ്ങനെ ശ്രമിച്ചിട്ട് പാകിസ്ഥാനിലെ സ്വന്തം വീട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതങ്ങ് നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ ഇന്ത്യക്ക് വേണ്ടിയുള്ള അജ്ഞാത സഹോദരന്മാർക്ക് പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.